എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ കാണുന്ന അഡീനിയം പ്ലാന്റ്സുകൾ എല്ലാം സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. സാർ, അഡീനിയം പ്ലാന്റ്സിന് ഇത്രത്തോളം ഫ്ലവർ വരാൻ വേണ്ടിയിട്ട് ഏതൊക്കെ വളങ്ങളാണ് ചെയ്യുന്നത്? റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ ചകിരി ചിപ്സും പിന്നെ ആട്ടും കാഷ്ടവും വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയെല്ലാം കൂടെ ചേർത്ത് മിക്സറുണ്ടാക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് തളത്ത് വരുമ്പോൾ കുറച്ച് ചാണകവും പിന്നെ ശർക്കരയും കടലപ്പിണ്ണാക്കും കൂടെ പൊളിപ്പിച്ചതിൻ്റെ വെള്ളം 1-2 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കും, ഇതിൻ്റെ ഇലകളൊക്കെ പെട്ടെന്ന് വരാൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ DAP-യോ 20 ഒക്കെ ഒരു 10-20 ദിവസം കൂടുമ്പോൾ 1-2 പ്രാവശ്യം ഇട്ട് കൊടുത്തു. പിന്നെ ആ പടം 2-3 പ്രാവശ്യം ഇക്കൊല്ലം വളം ചെയ്തിട്ടുള്ളൂ. അതല്ലേ. പിന്നെ ഇതിന് കാര്യമായിട്ട് കേട് എന്തൊക്കെയാണ്? ഇതിന് പ്രധാനമായിട്ട് വരുന്ന കേട് മൈറ്റ്സ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ മൈറ്റ്സിനുള്ള പ്രധാന മരുന്ന് ഇതാണ്. ഇത് അടിച്ചാലേ പോകുള്ളൂ. അത് ഈ ഇലയുടെ അടി വരുന്ന വളരെ കാണാൻ നഗ്നനേത്രം കൊണ്ട് അത്ര കാണാൻ പറ്റില്ല, തീരെ അനങ്ങുന്ന പ്രാണികളുണ്ട്. അതിന് ഈ മരുന്ന് മാത്രമാണ് ഫലപ്രദം. വേറെ മരുന്നുകളൊന്നും അടിച്ചാലൊന്നും അങ്ങനെ പോവില്ല. പിന്നെ വരുന്നത് ഇതിന് ഇലകളൊക്കെ ചീയുന്ന പ്രശ്നം അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ കോണ്ടാൽഫ് അടിച്ചാൽ മതി. ഇതാണ് കോണ്ടാൽഫ്. എന്തിനാണ് പിന്നെ യൂസ് ചെയ്യുന്നത്? കൂമ്പൊക്കെ ചെയ്യുക, അങ്ങനെയുള്ള കൂമ്പ് ഇല തണ്ടൊക്കെ ചെയ്യുന്നതിന് ഇടയ്ക്ക് 1 മാസം ഒന്നൊക്കെ അടിച്ചത് നല്ലതാണ്. കോണ്ടാൽഫ് നല്ലതല്ലേ. നമ്മുടെ ഈ ചാനലിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് ദിവസമായിട്ടുണ്ട്. അഡീനിയം പ്ലാന്റ്സിൻ്റെ വീഡിയോ 3-ാം തീയതിക്ക് ശേഷമേ അപ്ലോഡ് ചെയ്യുകയുള്ളൂ. 175 രൂപയുടെ അഡീനിയം പ്ലാന്റ്സിൻ്റെ വീഡിയോ 3-ാം തീയതിക്ക് ശേഷം മാത്രമേ അപ്ലോഡ് ചെയ്യുകയുള്ളൂ. ഈ പ്ലാന്റ്സുകളൊക്കെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ പൂക്കോട്ടുംപാടത്തെ തോമസ് സാറിൻ്റെ വീട്ടിലെ ഗാർഡനാണ് കാണുന്നത്. ഈ പ്ലാന്റ്സുകളൊക്കെ സെയിലിനായിട്ടുള്ളതാണ്. തോമസ് സാറിൻ്റെ വാട്സാപ്പ് നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. ഈ നമ്പറിൽ സാറിനെ കോൺടാക്റ്റ് ചെയ്യുക. പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ സാറ് അറിയിക്കുന്നതാണ്.